ഡോക്ടർ മോഹൻ വർഗീസ്, സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ എതിർത്തിരുന്നു. സജി ചെറിയാന് നേരെ വിരൽ ചൂണ്ടിയിരുന്നു. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കണ്ണുരുട്ടിയാൽ കീഴടങ്ങുന്നവരാണോ CPM? ശ്രീകൃഷ്ണരാജ്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖമുദ്ര എന്താണ്? 3 കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു രീതി. ഒന്ന്, ശക്തമായ ഒരു വർഗ സംഘർഷത്തിലെ വിശ്വാസം, അല്ലെങ്കിൽ ക്ലാസ് ക്യാരക്ടർ നിലനിർത്തുക. അതായത് അടിസ്ഥാന വർഗ പാർട്ടി എന്ന ഒരു പ്രതിച്ഛായ നിലനിർത്തുക, അതനുസരിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കുക, ഗവൺമെൻറ് ഉള്ളപ്പോൾ അതനുസരിച്ചുള്ള രീതികൾ സംസ്ഥാനത്തിൽ കൊണ്ടുവരിക. അതാണ് ഒരു മുഖമുദ്ര. രണ്ടാമത്തെ മുഖമുദ്ര, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം. അതൊരു ആഗോള മോഡലല്ല. വർഗീയത എന്ന് പറയുന്ന ഒരു 3ാം ലോക ഒരു വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തിൽ ഒരു യഥാർത്ഥ വിഷയം തന്നെയാണ്. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം 2. 3 എന്ന് പറഞ്ഞാൽ ഈ ആഗോള ശക്തികൾക്കെതിരെ, അതായത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം, സന്ധിയില്ലാത്ത സമരം. ഈ 3 കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി നടക്കാൻ പറ്റൂ. അപ്പോൾ സജി ചെറിയാൻ ഒരു പുരോഗമനവാദിയാണെന്നാണ് സ്വയം വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു കറക്റ്റ് കമ്മ്യൂണിസ്റ്റ് ലൈനിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. മലപ്പുറം ജില്ല, കാസർഗോഡ് ജില്ല, അവിടെ ജയിച്ചു വന്ന്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ, ബോഡികളിൽ ജയിച്ചു വന്ന ആളുകളുടെ മതം നോക്കിയാൽ അറിയാം എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന്. ഇത് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റുമോ? ഇത് കൃത്യമായ മതം ഉപയോഗിക്കാനുള്ള, അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തെ പ്രീണിപ്പിക്കാനുള്ള, അങ്ങനെ സജി ചെറിയാൻ ചോദിക്കുന്നുവെങ്കിൽ ഈ ചെങ്ങന്നൂരിൽ തന്നെ സജി ചെറിയാൻ മത്സരിക്കുന്നത് എന്തിനാണ്? അത് തന്നെയാണ്, ഞാനതിലേക്ക് തന്നെയാണ് വരുന്നത്. അതിലേക്ക് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലേക്ക് തന്നെയാണ് വരുന്നത്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള 4 പഞ്ചായത്തുകൾ ഇപ്പോൾ ഭരിക്കുന്ന BJP ആണ്. ചെങ്ങന്നൂർ നഗരസഭയിൽ BJP കാര്യമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വൈകി വന്ന ഒരു വിവേകമാണ്. ഇപ്പോൾ ആകെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു. ഒരുപക്ഷെ ചെങ്ങന്നൂരെ വിജയം സുനിശ്ചിതമാകണമെങ്കിൽ ഒരുപക്ഷെ ശക്തമായ UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഉണ്ടാകാം. ചെങ്ങന്നൂർ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ അന്തരീക്ഷം ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ സജി ചെറിയാൻ കരുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടത്തിന് കൂടി ഉതകുന്ന രീതിയിൽ ചില നീക്കുപോക്കുകൾ വേണം. അപ്പോൾ അദ്ദേഹം മനസ്സോടെ തിരുത്തി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാർട്ടി പറഞ്ഞു, ഇത് പുലിവാലാകുന്നു, ദിസ് ഈസ് ഫുട്ട് ഇൻ ദ മൗത്ത്, ഇത് വലിയ കുഴപ്പമാകുന്നു. അതുകൊണ്ട് പാർട്ടി കെട്ടിപ്പടുത്തൊരു പ്രതിച്ഛായ, അത് മലബാറിലൊക്കെ വോട്ടുകൾ ഈ കാര്യത്തിൽ സജി ചെറിയാൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ LDFന് മലബാർ മേഖലയിൽ, വടക്കൻ കേരളത്തിൽ ലഭിക്കാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ നഷ്ടപ്പെടും എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ തന്നെ മഹാഭൂരിപക്ഷം UDFിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എ വോൾ ടു ഫേസ്, മുഖം രക്ഷിക്കുക, LDFിൻ്റെ ആകമാന മുഖം രക്ഷിക്കുക, ഉക്കുമെങ്കിൽ മുഖമൊന്ന് മിനിക്കുക. അതുകൊണ്ട് പാർട്ടി സ്ഥിരമായി ചെയ്തിരുന്നൊരു കാര്യമാണ്. ഈ അബദ്ധത്തിലായി കഴിയുമ്പോൾ ചിലപ്പോൾ അതങ്ങ് തിരുത്തും. അത് വളരെ എളുപ്പം തന്നെ തിരുത്തൽ വന്നു എന്നത് തന്നെയാണ് അത്ഭുതകരമായ കാര്യം. ഇനി നോക്കൂ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നാളിതുവരെയുള്ള ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നാളിതുവരെയുള്ള ആ ഒരു നിലപാടുകളിൽ വന്ന സ്ഥിരത ഇല്ലായ്മ കൂടെ നോക്കിയെങ്കിൽ മാത്രമേ ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവനയെ നമുക്ക് പൊരുൾ തിരിച്ച് കാണാനാവൂ. നോക്കൂ, കൽക്കട്ട തീസിസിന് സമയത്ത് സായുധ വിപ്ലവം എന്നത് കൃത്യമായി മാർക്സിയൻ ലൈനിൽ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കാതെ സായുധ വിപ്ലവം വേണമെന്ന നിലപാടെടുത്തതിന് ശേഷം അതങ്ങ് അട്ടത്ത് വെച്ചു. അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ ഭരണം ലഭിക്കൂ എന്ന പ്രായോഗിക ചിന്ത. കേരളത്തിലും ആ പ്രായോഗിക ചിന്തയുണ്ടായി. 65-ലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 1967-ലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇപ്പോഴാണല്ലോ മുസ്ലിം വിരോധം വന്നത്, മുസ്ലിം ലീഗ് വലിയ ശത്രുവായി വന്നത് ഇപ്പോഴാണല്ലോ, അന്ന് മുസ്ലിം ലീഗിൻ്റെ അവിഭക്ത മുസ്ലിം ലീഗിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ EMS നമ്പൂതിരിപ്പാട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യയശാസ്ത്രത്തിനൊക്കെ അത്ര വില കൊടുത്താൽ മതിയാകും. പിന്നീട് മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞു, കേരള കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു, ജോസഫിനോട് പറഞ്ഞു നിങ്ങൾ പള്ളിയെ തള്ളിപ്പറഞ്ഞ് വന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാം. 80കളുടെ രാഷ്ട്രീയമാണ്. ഒരിക്കൽ ആ രാഷ്ട്രീയത്തിന് കേരള ജനത അംഗീകാരം കൊടുത്ത് എനിക്ക് തോന്നുന്നത് 87-ലെ തെരഞ്ഞെടുപ്പിനാണ്. അന്ന് EMS നമ്പൂതിരിപ്പാട് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ്. കാരണം
വർഗീയ ചുവയുള്ള രാഷ്ട്രീയ കക്ഷികളെ എല്ലാം തന്നെ മാറ്റി നിർത്തി ശുദ്ധമായ വർഗ അടിത്തറയുള്ള ഇടതുപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കുക, അതൊരു രാഷ്ട്രീയ വിജയം നേടി എന്നത് വിസ്മരിക്കാനുമാവില്ല. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് തരാതരം എം വി രാഘവൻ ബദൽ രേഖയുമായി വന്നപ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടത്തിൽ കൂട്ടാം, മുസ്ലിം ജനസാമാന്യവുമായി ഒരു പാലമിടാം എന്ന് പറഞ്ഞുകൊണ്ട് ബദൽ രേഖ വന്നപ്പോൾ എം വി രാഘവനെ തള്ളിപ്പറഞ്ഞു. പിന്നെ അതേ മുസ്ലിം ജനസാമാന്യത്തെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ കണ്ണൂരെയും കാസർഗോഡെയും കോഴിക്കോട്ടെയും ഒക്കെ LDF കോട്ട കാത്തു സൂക്ഷിക്കാനാവൂ എന്ന പ്രായോഗിക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിനെതിരെ പാലമിട്ടു. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ വളരെ പ്രിയപ്പെട്ടവനാകുന്നത്, അങ്ങനെയാണ് പാലസ്തീൻ ഐക്യദാർഢ്യമുണ്ടാകുന്നത്. ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ഈ മുസ്ലിം വോട്ടർമാരെ പ്രീണിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ LDF ചെയ്തു കൂട്ടി. ഇത് ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു, മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് തിരിയുന്നു എന്ന് കണ്ടപ്പോൾ പല രീതിയിലാണ് അത് AK ബാലനാകട്ടെ, മന്ത്രി സജി ചെറിയാനാകട്ടെ, പ്രസ്താവനകളിലൂടെ ടെസ്റ്റിംഗ് വോട്ടേഴ്സ് അത് അബദ്ധത്തിലാകുന്നു എന്ന് കണ്ടപ്പോൾ തിരുത്തേണ്ടി വന്നു എന്ന് പറയുന്നത് അബദ്ധത്തിൽ പറയുന്നതാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നോക്കൂ, UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും, പിന്നീട് ഇമാനുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം തിരുത്തുന്നു, ജയിലിൽ പോകേണ്ടി വന്നാൽ ഖുറാനുമായി പോകും എന്ന് പറയുന്നു.